ഹായ് ഓൾ, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ നമ്മുടെ കേക്കിലൊക്കെ ഉപയോഗിക്കുന്ന ക്രീമിന് നല്ല ഡാർക്കായിട്ടുള്ള കളർ കിട്ടാനുള്ള നല്ലൊരു ടിപ്പുമായിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. അപ്പോൾ അതായത് നമ്മൾ റെഡ് കളറ് അതുപോലെ ബ്ലാക്ക് കളറിലൊക്കെ എത്ര ജെൽ കളർ ചേർത്ത് കൊടുത്താലും അതിന് ആ ഒരു നല്ല ബ്രൈറ്റ് ആയിട്ടുള്ളൊരു കളർ കിട്ടില്ല. അപ്പോൾ ആ ഒരു കളർ കിട്ടാനുള്ള ഒരു ടിപ്പാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അതിന് മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്യണേ. അപ്പോൾ ആദ്യം നമുക്ക് വിപ്പിംഗ് ക്രീം ബീറ്റ് ചെയ്തെടുക്കാം. പിന്നെ നമ്മൾ ക്രീം ബീറ്റ് ചെയ്തെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഇതുപോലെ ലൂസായിട്ടുള്ള ക്രീം വേണം ബീറ്റ് ചെയ്തെടുക്കാൻ. അല്ലാതെ നമ്മൾ ഫ്രീസറിൽ വെച്ച് കട്ടയായിട്ടുള്ള ക്രീം ഒരിക്കലും ബീറ്റ് ചെയ്തെടുക്കരുത് കേട്ടോ. അതൊന്ന് പുറത്ത് വെച്ച് ലൂസായതിന് ശേഷം, അതായത് അത്യാവശ്യം നല്ല തണുപ്പും വേണം ക്രീമിന്, എന്നിട്ട് വേണം നമ്മൾ ബീറ്റ് ചെയ്തെടുക്കാൻ. അപ്പോൾ നമ്മുടെ ക്രീം ഇവിടെ നല്ല സ്റ്റിഫായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ജെൽ കളർ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ റെഡാണ് കേട്ടോ എടുത്തിട്ടുള്ളത്, സൂപ്പർ റെഡിൻ്റെ ജെൽ കളറാണ് എടുത്തിട്ടുള്ളത്. അതൊരു 5 ഡ്രോപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് ഈ സ്പാറ്റിൽ വെച്ചിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ക്രീമിൽ ഞാൻ റെഡ് കളർ ചേർത്ത് കൊടുത്ത് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഫ്രിഡ്ജിൽ വെക്കണം. അപ്പോൾ ഞാനിത് മറ്റൊരു ബൗളിലേക്ക് മാറ്റുകയാണ് കേട്ടോ. അപ്പോൾ ഫ്രിഡ്ജിൽ വെക്കാനുള്ള സൗകര്യത്തിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ ഈ ഒരു ചെറിയ ബൗളിലേക്ക് മാറ്റിയിട്ടുള്ളത്. ഇനി നമുക്കിതൊരു ക്ലീൻ റാപ്പ് വെച്ചിട്ട് നന്നായിട്ടൊന്ന് കവർ ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിത് ഫ്രിഡ്ജിലേക്ക് വെക്കാം. അപ്പോൾ ഞാനിതൊരു ഓവർനൈറ്റാണ് കേട്ടോ ഫ്രിഡ്ജിൽ വെക്കാൻ പോകുന്നത്. ഞാൻ തലേ ദിവസം വൈകുന്നേരമാണ് ഈ ക്രീം റെഡിയാക്കി എടുത്തിട്ടുള്ളത്. പിറ്റേ ദിവസം എടുക്കാനുള്ള ക്രീമാണ്. അല്ലെങ്കിൽ ഒരു 5-6 മണിക്കൂർ വെച്ചാൽ മതി. കുറച്ച് കൂടുതൽ സമയം വെക്കുകയാണ് കേട്ടോ എപ്പോഴും നല്ലത്. പിന്നെ ഞാനിത് മിക്സ് ചെയ്തെടുക്കുന്നത് പിറ്റേ ദിവസമാണ് കേട്ടോ, അതായത് നമ്മൾ ക്രീം എടുക്കുന്ന ആ ഒരു ദിവസം. അപ്പോൾ ഞാനിതാ ഒരു 2 ടേബിൾ സ്പൂൺ വിപ്പിംഗ് ക്രീം എടുത്തിട്ടുണ്ട്. ലൂസായിട്ടുള്ള വിപ്പിംഗ് ക്രീമാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അതിലേക്ക് നമുക്ക് ആവശ്യത്തിന് എത്രയാണോ നമ്മുടെ ക്രീമിന് കളറ് വേണ്ടത് അതിനനുസരിച്ചിട്ടുള്ള ജെൽ കളർ ചേർത്ത് കൊടുത്തിട്ട് മിക്സ് ചെയ്തെടുക്കാം. എന്നിട്ട് നമ്മൾ തലേ ദിവസം റെഡിയാക്കി വെച്ചിട്ടുള്ള ക്രീം പുറത്തേക്ക് എടുത്തിട്ട് ഈ ഒരു ലൂസായിട്ടുള്ള ക്രീം നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് നമുക്കിതൊരു സ്പാറ്റിൽ വെച്ചിട്ട് ഇതുപോലെ മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇങ്ങനെ ക്രീം ഒഴിച്ചു കൊടുക്കുമ്പോൾ ഒട്ടും ലൂസ് ആവുമൊന്നുമില്ല കേട്ടോ, നമുക്ക് സാധാരണ ക്രീമിൻ്റെ പോലെ തന്നെ കിട്ടും. അപ്പോൾ നമ്മുടെ ക്രീം നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത്രയും കളറേ ഇപ്പോൾ കിട്ടിയിട്ടുള്ളൂ. ഇനി നമുക്കിത് തണുപ്പിച്ചെടുക്കണം, അപ്പോഴേ ഉള്ളൂ ശരിക്കും നല്ല കളറ് കിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ നമുക്കൊരു 1-2 മണിക്കൂർ ഒന്നും കൂടെ ഫ്രിഡ്ജിൽ വെക്കാം. ഒന്നുകൂടെ നമുക്ക് ഈ ക്ലീൻ റാപ്പ് വെച്ചിട്ട് കവർ ചെയ്തിട്ട് തന്നെ വെക്കാം കേട്ടോ. ആ ക്ലീൻ റാപ്പ് തന്നെയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ ആദ്യം നമുക്കൊരു 1/2 മണിക്കൂർ ഫ്രിഡ്ജിൽ വെക്കാം. എന്നിട്ട് കൂടുതലായിട്ട് കളറായി വന്നിട്ടില്ലെങ്കിൽ പിന്നെ നമുക്ക് വീണ്ടും കുറച്ചുകൂടെ ക്രീമിൽ കളർ ചേർത്തിട്ട് എത്രയാണോ വേണ്ടത് അതിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇത് ഞാൻ വീണ്ടും ഒന്നും കൂടെ ഇനി കളർ ചേർത്ത് കൊടുത്തിട്ട് ഫ്രിഡ്ജിൽ വെക്കാൻ പോവുകയാണ്. ഇപ്പോൾ ഇതാ ക്രീമിന് നല്ല കളർ കിട്ടിയിട്ടുണ്ട്. പിന്നെ ഞാനിതൊരു 2 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ച് നന്നായിട്ട് തണുപ്പിച്ചെടുത്തതിന് ശേഷമാണ് ഇപ്പോൾ എടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ കേക്കിൽ നല്ല ബ്രൈറ്റ് ആയിട്ട് തന്നെ നല്ലൊരു കളർ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ക്രീം കണ്ടോ, അത് ഒട്ടും ലൂസായിട്ടൊന്നുമില്ല. ഇത് വെച്ചിട്ട് നമുക്ക് ഏത് ഡിസൈനും ചെയ്തെടുക്കാം, അല്ലെങ്കിൽ കേക്ക് ഫുള്ളായിട്ട് ഐസിങ് ചെയ്യാനൊക്കെ എടുക്കാം. അപ്പോൾ ഞാനൊരു സ്റ്റാർ നോസിൽ വെച്ചിട്ട് ഒരു പൈപ്പിംഗ് ബാഗിൽ ക്രീമാക്കി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ബോർഡറിലൊക്കെ ഇതുപോലെ ഡിസൈൻ ചെയ്ത് കൊടുക്കാം. അതുപോലെ നമുക്ക് റോസറ്റ ഡിസൈനൊക്കെ ചെയ്യുകയാണെങ്കിൽ നല്ല ഒരു റെഡ് കളറിൽ തന്നെ ചെയ്യാൻ പറ്റും ഇങ്ങനെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ. അല്ലാതെ നമ്മൾ ക്രീമിൽ എത്ര റെഡ് കളർ ചേർത്ത് കൊടുത്താലും ഈ ഒരു കളർ കിട്ടണമെന്നില്ല. അപ്പോൾ നിങ്ങൾക്കൊരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക. അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്യണേ. അപ്പോൾ ഇനി മറ്റൊരു നല്ല റെസിപ്പിയുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്